നമസ്കാരം. പ്രധാന വാർത്തകൾ. കൊച്ചി വെല്ലിംഗ്ടൺ ഐലൻഡിൽ വൻ തീപിടുത്തം. കൊച്ചി തുറമുഖത്തെ എറണാകുളം വാർഫിലെ Q10 ഷെഡിന് സമീപം കൂട്ടിയിട്ടിരുന്ന സൾഫറിനാണ് തീപിടിച്ചത്. സൾഫർ പ്ലാന്റ് കൺവെയർ ബെൽറ്റിനാണ് ആദ്യം തീപിടിച്ചത്. മട്ടാഞ്ചേരിയിൽ നിന്നുള്ള 4 യൂണിറ്റ് ഫയർഫോഴ്സും കൊച്ചിൻ ഷിപ്പ്യാർഡിലെ ഫയർഫോഴ്സും സ്ഥലത്തെത്തിയാണ് തീയണയ്ക്കാൻ ശ്രമം നടത്തുന്നത്. ഇന്ന് വൈകിട്ടോടെയാണ് തീപിടുത്തമുണ്ടായത്. സൾഫർ വീര്യം കൂടിയ വാതകമായതിനാൽ ശ്വാസതടസ്സം അടക്കമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നും അതിനാൽ പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്നും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. പെരിയാറിൽ കുളിക്കാനിറങ്ങിയ യുവാവ് ഒഴുക്കിൽപ്പെട്ട് മുങ്ങി മരിച്ചു. എറണാകുളം മലയാറ്റൂരിൽ പെരിയാറിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. എറണാകുളം സ്വദേശി മുഹമ്മദ് റോഷനാണ് മരിച്ചത്. 27 വയസ്സായിരുന്നു. പിറന്നാൾ ആഘോഷിക്കാൻ എറണാകുളത്ത് നിന്നെത്തിയ 5 അംഗ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. വൈകിട്ട് 4 മണിയോടെ ഇവർ മലയാറ്റൂർ സെന്റ് തോമസ് പള്ളിക്ക് സമീപമുള്ള കടവിൽ കുളിക്കാനിറങ്ങുകയായിരുന്നു. റോഷന്റെ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി. എസ്ഐയെ കാറിടിപ്പിച്ച് കൊല്ലാൻ ശ്രമം. പ്രതി അറസ്റ്റിൽ. MDMA കടത്തിക്കൊണ്ടുവന്ന കാർ തടഞ്ഞ് പരിശോധിക്കാൻ ശ്രമിച്ച SIയാണ് മലപ്പുറം പൊന്നാനിയിൽ വെച്ച് കാറിടിപ്പിച്ച് പരിക്കേൽപ്പിച്ചത്. സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ട 1-ാം പ്രതി വെളിയങ്കോട് കൊളത്തേരി സാദിഖിനെയാണ് ചാവക്കാട് നിന്നും പിടികൂടിയത്. ഡിസംബർ 10-നായിരുന്നു സംഭവം. പൊന്നാനി SI UR അരുണിനെയാണ് കാറിടിപ്പിച്ച സംഘം രക്ഷപ്പെടാൻ ശ്രമിച്ചത്. സംഘത്തെ പിന്തുടർന്ന പോലീസ് 2 പേരെ പിടികൂടിയിരുന്നു. ബംഗളൂരുവിൽ നിന്ന് MDMA കാറിൽ കൊണ്ടുവരുന്നുവെന്ന രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പോലീസ് പരിശോധന നടത്തിയത്. ആരോഗ്യാവസ്ഥ പ്രയാസകരം. മദിനി കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായി. പ്രാർത്ഥനകൾ തുടരണമെന്ന് കുടുംബം. ആരോഗ്യാവസ്ഥ പ്രയാസകരമായ സാഹചര്യത്തിൽ കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത PDP ചെയർമാൻ അബ്ദുൽ നാസർ മദിനിയുടെ ശസ്ത്രക്രിയ പൂർത്തിയായി. രാവിലെ 7-ന് തുടങ്ങിയ ശസ്ത്രക്രിയ ഉച്ചയോടെയാണ് പൂർത്തിയായത്. തുടർന്ന് ഡോക്ടർമാരുടെ സൂക്ഷ്മ നിരീക്ഷണത്തിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുകയാണ് മദിനി ഇപ്പോൾ. മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ നെഫ്രോളജിസ്റ്റ് ഡോക്ടർ മുഹമ്മദ് ഇക്ബാലിന്റെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ സംഘമാണ് ശസ്ത്രക്രിയ പൂർത്തിയാക്കിയത്. പൂർണ്ണമായ ആരോഗ്യാവസ്ഥയിലേക്ക് തിരിച്ചെത്താൻ നിരന്തരം പ്രാർത്ഥനകൾ തുടരണമെന്ന് കുടുംബം അഭ്യർത്ഥിച്ചു. കൂറുമാറിയ ഇടതംഗത്തിന്റെ ഭർത്താവിന്റെ കട തകർത്ത CPM. ചുങ്കത്തറ പഞ്ചായത്തിൽ കൂറുമാറിയ ഇടതംഗം നുസൈബയുടെ ഭർത്താവ് സുധീർ പുന്നപ്പാലയുടെ കട CPM പ്രവർത്തകർ തകർത്തതായി പരാതി. കട പൂട്ടി താക്കോൽ കൊണ്ടുപോയെന്നും ആരോപണമുണ്ട്. പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് KP റീനയുടെ നേതൃത്വത്തിലുള്ള 5 അംഗ സംഘമാണ് അക്രമത്തിന് പിന്നിലെന്ന് പോലീസിൽ നൽകിയ പരാതിയിൽ ആരോപിക്കുന്നു. പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് സുധീർ പുന്നപ്പാല മലപ്പുറം SP ക്ക് പരാതി നൽകിയിട്ടുണ്ട്.